നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഒരേ സബ്ജക്റ്റ് തന്നെ ഡീൽ ചെയ്യണം അല്ലേ? ഒരേ വിഷയത്തിൻ്റെ വിവിധ വശങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പം എൻ്റെ വരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, ഈ സ്വയം പ്രേരിത പ്രാർത്ഥന എന്ന് പറഞ്ഞ പോലെ സ്വയം പ്രേരിതമായിട്ടുള്ള കളകളെ കുറിച്ച് ഇന്നലെ പറഞ്ഞായിരുന്നു. വെച്ചാൽ ഇപ്പോൾ പ്രഭു അങ്ങ് നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? അത് പറയും അത് ശത്രു ചെയ്ത പണിയാണെന്ന് പറയും. അത് പുറത്തുനിന്ന് തന്നെ കളകളാണ്, പക്ഷെ അകത്തുനിന്ന് തന്നെ കളകൾ ഉണ്ടാകും. മത്തായി 13:27 വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന്? കളകൾ ഉണ്ടായത് എങ്ങനെ? അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത്. ഒരു എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുനിന്നുള്ള ഒരു ബാഹ്യ ശക്തിയാണ്, ശത്രുവാണ് ഇത് ചെയ്തത്. അപ്പോൾ കളകള് പുറത്തുനിന്ന് വരാം, അങ്ങനെ നമ്മുടെ വിശ്വാസം ഫെയ്ഡാകാം. മറ്റുള്ളവർ പറയും ഓ അതല്ലെങ്കിലും നീ ജയിക്കുമായിരുന്നു, ഇത്രയാണ് പ്രാർത്ഥിക്കാത്തവർക്കും വിസ പ്രോസസ്സ് ചെയ്തില്ലേ. അപ്പോൾ പുറത്തുനിന്ന് കളകൾ വിതക്കും. അപ്പോൾ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ അത് വിശ്വസിക്കും. ചിലപ്പോൾ ശരിയായിരിക്കും അല്ലേ? ഈ സ്വന്തം അമ്മ തന്നെ ഇപ്പം പറയും എൻ്റെ മകളെ കണ്ണ് പൂട്ടിയിട്ടില്ല, കണ്ണ് പൂട്ടാതിരുന്ന് കാല് ചരുവത്തിനകത്ത് വെള്ളം എടുത്തിട്ട് കാല് വെള്ളത്തിൽ വെച്ചാണ് പഠിച്ചത്. ഇപ്പം ആദ്യം അങ്ങനെ പറയത്തില്ല. ആദ്യം പറയണത് അവൾ പ്രാർത്ഥിച്ചായിരുന്നു, ഞാനും പ്രാർത്ഥിച്ചായിരുന്നു, ഞങ്ങളെല്ലാം കുടുംബത്തോട് പ്രാർത്ഥിച്ചായിരുന്നൊക്കെ പറയണ ആൾക്കാർ 6 മാസം കഴിയുമ്പോൾ പറയും ചരുവത്തിൽ വെള്ളം വെച്ചായിരുന്നു, കണ്ണ് പൂട്ടാതെ ഇരുന്നാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പിന്നെന്ത് ചെയ്യും? അത് വേറെ ആൾക്കാർക്ക് കൊടുക്കും. അല്ലെങ്കിൽ നല്ല ട്യൂഷൻ മാസ്റ്റർ, ഇപ്പം തന്നെ ചില ആൾക്കാരൊക്കെ സ്പോർട്സിനൊക്കെ പോകും. അപ്പം അവർ കന്നകാളയിൽ നിന്ന് മറ്റും നിലവിളിച്ച് ജപമാല ചൊല്ലി കൃപാസനം കാശുരൂപമൊക്കെ തിരുവിശ്വാസ പ്രമാണം ചൊല്ലിയൊക്കെയാണ്